കണ്ടസ്റ്റഡ് ഡിവോഴ്സിൻ്റെ ഒരു പ്രൊസീജിയർ എന്താ? കണ്ടസ്റ്റഡ് ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുക, അവർക്ക് നോട്ടീസ് പോവുക. ഇപ്പോൾ കോടതിയിൽ 2 നോട്ടീസ് പോകാനായിട്ട് ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഒരു നോട്ടീസ് പോയി, അതിൽ ആൾ വന്നില്ലെങ്കിൽ അടുത്തൊരു നോട്ടീസും കൂടെ പോവുക. ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഹസ്ബൻഡ് ഫയൽ ചെയ്യുന്നതാണെങ്കിലും വൈഫ് ഫയൽ ചെയ്യുന്നതാണെങ്കിലും കോപ്പി സർവ് ചെയ്യണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ചാൻസ് കുറയുകയാണ് കോപ്പി സർവ് ചെയ്യുന്നതോട് കൂടിയിട്ട്. അതിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നറിയും. അപ്പോൾ ഫസ്റ്റ് തന്നെ കൗൺസിലിംഗ് കഴിയുക. കൗൺസിലിങ്ങിന് സെറ്റിലായിട്ടില്ലെങ്കിൽ മീഡിയേഷനിൽ വിടുക. മീഡിയേഷനും സെറ്റിലായില്ലെങ്കിൽ മാത്രമാണ് കോപ്പി സർവ് ചെയ്തിട്ട് അവർക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുക. ഒബ്ജക്ഷൻ ഫയൽ ചെയ്തിട്ട് അതിനൊക്കെ കുറച്ച് ഈ കോടതികൾ സമയമൊക്കെ കൊടുക്കും. ഈ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനായിട്ട് 1, 2 ലാസ്റ്റ് ചാൻസ്, നോ ഫർദർ ടൈം ഒക്കെ കൊടുക്കും. അതിനുശേഷം വീണ്ടും റീട്രയൽ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെൻറ്റ്സ്, വിറ്റ്നസ് ലിസ്റ്റ്, ഇതൊക്കെ ഫയൽ ചെയ്യാനായിട്ട് അതും ഫയൽ ചെയ്തിട്ട് പിന്നെ എവിഡൻസിലേക്ക് നമ്മുടെ അഫിഡവിറ്റ് ഫയൽ ചെയ്യുക. പിന്നെ ക്രോസ് എക്സാമിനേഷൻ, 2 സൈഡും പെറ്റീഷണർ എവിഡൻസ്, റെസ്പോണ്ടന്റ് എവിഡൻസ്, ഹിയറിങ്, പിന്നെ ഓർഡേഴ്സിന് പറയും. ഇതിനാണ് ടൈം എടുക്കുന്നത്. ഇതിൻ്റെ ഒരു മിനിമം ഡ്യൂറേഷൻ എത്രയായിരിക്കും? എറണാകുളം കോടതിയിലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒരു 2-3 ഇയേഴ്സും എങ്ങനെ വന്നാലും എടുക്കും.